MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ് അവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയൊരു പ്രതിഷേധം നമുക്ക് പുറത്തു കാണാം. കോർപ്പറേഷനുള്ളിലും സമാനമായ രീതിയിൽ കൗൺസിലർമാർ പ്രതിഷേധിക്കുകയാണോ? കേക്കാം. അനീഷ്, കോർപ്പറേഷൻ അധികാരികൾക്കെതിരെ, കോർപ്പറേഷൻ അധികൃതർക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ആരാണ് അവിടെ പ്രതിഷേധിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ടോം, പ്രതിഷേധക്കാർ ഇപ്പോൾ മേയറുടെ ചേംബറിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. BJP കൗൺസിലർമാരാണ്. അവർ ഇപ്പോൾ മേയറുടെ ചേംബറിനുള്ളിൽ കടന്ന് മേയറുടെ ചെയറിന്റെ തൊട്ട് സമീപത്തുള്ള ഇടത്താണ് അവർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോർപ്പറേഷൻ ഹാളിന് പുറത്ത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ കെട്ടിടത്തിന് പുറത്താണ് പ്രതിഷേധം നടത്തിയതെങ്കിൽ അവരിപ്പോൾ കോർപ്പറേഷൻ ഹാളിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഒപ്പം മേയറുടെ ചേംബറിനുള്ളിലാണ് ഇപ്പോൾ അവരുള്ളത്. അസാധാരണമായ പ്രതിഷേധത്തിനാണ് നഗരസഭ സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണഗതിയിൽ പുറത്ത് പ്രതിഷേധമൊക്കെ നടത്താറുണ്ടെങ്കിൽ പോലും മേയറുടെ ചേംബറിനുള്ളിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നത് അസാധാരണമാണ്, പതിവില്ലാത്ത സാഹചര്യമാണ്. അത്തരമൊരു രംഗത്തിനാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ സാക്ഷ്യം വഹിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഒന്നടങ്കം പ്രതിഷേധം നടത്തുന്നു. മേയറുടെ ചെയറിന് മേശയ്ക്ക് മുകൾ വശത്ത് കരിങ്കൊടിയാണിപ്പോൾ, അല്ലെങ്കിൽ അവരുടെ കറുത്ത ഷാള് പ്രതിഷേധാത്മകമായി വിരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ പ്രതിഷേധത്തിലേക്ക് BJP കൗൺസിലർമാർ നീങ്ങിയിരിക്കുന്നു. മേയറുടെ ചേംബർ ഉപരോധിക്കുന്നു. കറുത്ത തുണി വിരിച്ച്, മേയറുടെ ചേംബറിന് മുകളിൽ കറുത്ത തുണി വിരിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധം. അതായത് ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയത് കോർപ്പറേഷൻ അധികാരികളാണ് എന്നാണ് പ്രധാനമായും പ്രതിപക്ഷ കൗൺസിലർമാർ. വികസന സെമിനാർ, കോഴിക്കോട് കോർപ്പറേഷൻ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സെമിനാറാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സെമിനാർ നടന്നു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തേണ്ടതാണ്. ഇനി ഇവിടെ എത്താനുള്ള ഭയപ്പാടുണ്ടെങ്കിൽ അദ്ദേഹം എത്തില്ല. മാന്യമായ രീതിയിലാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഈ കസേരയിൽ ഇരിക്കേണ്ടതാണ്. ഈ പ്രതിഷേധങ്ങൾ നേരിട്ട് വിറ്റ്നസ് ചെയ്യാനുള്ള ചുമതല ബഹുമാനപ്പെട്ട മേയർക്കുണ്ട്. അദ്ദേഹം ആ ചങ്കൂറ്റം കാണിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മേയറെ കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങുന്നുള്ളൂ. മേയറെ കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങുന്നുള്ളൂ.
കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് സൺഷെയ്ഡ് തകർന്നു വീണ് 3 പേർ മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് കോർപ്പറേഷനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ അപകടമുണ്ടായത്. കിണാശ്ശേരി സ്വദേശി അഷ്റഫ്, ജബ്ബാർ, അത്തോളി സ്വദേശി ബഷീർ എന്നിവരാണ് മരിച്ചത്. കെട്ടിടത്തിന് പുറത്ത് വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്ക് സൺഷെയ്ഡ് തകർന്നു വീഴുകയായിരുന്നു. ഈ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിയവരെ മറ്റു തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. പിന്നീട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള 60 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. ഈ പൊളിച്ചു മാറ്റാനിരുന്ന കെട്ടിടമാണിതെന്നാണ് പറയുന്നത്. കെട്ടിടമൊഴിയാൻ കോർപ്പറേഷൻ നേരത്തെ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ കെട്ടിടമൊഴിയാൻ ചില വ്യാപാരികൾ തയ്യാറായില്ല. കോർപ്പറേഷന്റെ നിർദ്ദേശം അവഗണിച്ചുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഇതാണ് വലിയ ദുരിതത്തിന് കാരണമായതെന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വലിയങ്ങാടിയിലെ തൊഴിലാളികൾ സാധാരണ വിശ്രമിക്കാറുള്ള ഒരു കെട്ടിടമാണിത്. നിരവധി ഇരുചക്ര വാഹനങ്ങളും ഈ തകർന്ന സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപകടം നടന്നതിന് പിന്നാലെ ഉള്ളിൽ കുടുങ്ങിയ 3 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. തൊട്ടു പിന്നാലെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ഒരാളെ ഫയർഫോഴ്സ് എത്തിയാണ് സ്ലാബ് മുറിച്ചു മാറ്റി പുറത്തെടുത്ത ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സംഭവത്തിന് പിന്നാലെയാണ് നാട്ടുകാരും അതോടൊപ്പം പ്രതിപക്ഷ കൗൺസിലർമാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ടായില്ല. ഈ ഇത്രയും കാലപ്പഴക്കം ചെന്ന തകർന്നു വീഴാറായ കെട്ടിടമായിരുന്നിട്ടും അവർ കൃത്യമായ ഇടപെടൽ നടത്തിയില്ല. അത് പൊളിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിച്ചില്ല, വ്യാപാരികളെ ഒഴിപ്പിച്ചില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉയരുന്നു. ഈ ഒരു 3 പേരുടെ മരണത്തിന് ഉത്തരവാദികൾ കോർപ്പറേഷൻ അധികാരികളെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപണം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് BJP കൗൺസിലർമാർ മേയറുടെ ചേംബറിൽ ഇപ്പോൾ എത്തി പ്രതിഷേധിക്കുന്നത്. നമ്മുടെ വേദന കൊണ്ടാണ് നമ്മൾ മേയർ റൂമിലേക്ക് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം മേയറെ കണ്ടിട്ട് അതിനുള്ള ഫിറ്റ്നസ് ആരാണ് കൊടുത്തത് എന്ന് നമുക്കറിയണം. അതൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ആ ഗേറ്റിൽ നിന്ന് ആ പൊരി വെയിൽ കൊണ്ടിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് അതിനൊരു പരിഹാരം കാണാതെ വന്നപ്പോഴാണ് കൗൺസിലർമാരായ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇതിന് പോലീസ് നമുക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും പോലീസ് അവസാനം നമ്മളിങ്ങോട്ട് കയറാൻ വേണ്ടി, കൗൺസിലർമാരെ കയറാൻ വേണ്ടി സമ്മതിച്ചു. ഇപ്പം പോലീസ് വന്ന് നമ്മളുടെ ആവശ്യപ്പെടുന്നത് മേയർ ഇവിടെ ഇല്ല, ആ സ്ഥിതിക്ക് നിങ്ങൾ സമാധാനപരമായിട്ട് പിരിയണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ പ്രവർത്തകന്മാര് അറസ്റ്റിന് വിധേയരാവണം. എല്ലാവരും നമ്മളെ കൗൺസിലർമാര് അറസ്റ്റിന് വിധേയരാവണം. മാന്യമായിട്ട് കയറാൻ നോക്കില്ല. ആ എന്താ പറഞ്ഞത്? വീട്ടിലേക്ക് പോകുന്നതല്ല പറഞ്ഞത്. അങ്ങനത്തെ ഉണ്ടായിട്ട് നടക്കൂല. അങ്ങനത്തെ ഉണ്ടായിട്ട് ഇവിടെ നടക്കൂല. ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ ഇവിടേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മേയറിനെ കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഞങ്ങളിവിടെ കരിങ്കൊടിയുടെ പ്രതീകമായിട്ട് ബഹുമാനപ്പെട്ട മേയറുടെ ഡെസ്കിന് മുകളിൽ ഈ കരിങ്കൊടി വിരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ സൂചകമാണ്. ഞങ്ങളെ പോലെയുള്ള സഹോദരങ്ങൾ, 3 സഹോദരന്മാരുടെ ജീവൻ പൊലിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുൻപിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കൌൺസിലർമാരെ അടക്കം പോലീസ് ഗേറ്റിന് പുറത്ത് തടഞ്ഞു. പിന്നെ അവിടെ ഒരു തിക്കും തള്ളും ഉണ്ടാക്കിയിട്ടാണ് കൌൺസിലർമാർക്ക് ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കൌൺസിലർമാരെ വരെ തടഞ്ഞുകൊണ്ടാണ് കോർപ്പറേഷൻ മുൻപോട്ട് പോകുന്നതെങ്കിൽ
ഇത് അധിക ദൂരം മുൻപോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മേയർ ഈ ഒരു പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നുള്ളൂ. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, വലിയ പ്രതിഷേധത്തിന് കോർപ്പറേഷൻ കാര്യാലയം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു. മേയറുടെ ചേംബറാണ് ഉപരോധിക്കുന്നത്. BJP കൗൺസിലർമാർ ഉപരോധിക്കുന്നത്. എന്താണ് BJP കൗൺസിലർമാരുടെ ആവശ്യം? പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല, പോലീസ് അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. നേരത്തെ അറസ്റ്റിന് വഴങ്ങാമെന്നൊരു വിഭാഗം പറഞ്ഞപ്പോൾ മറുവിഭാഗം മേയർ എത്തിയാൽ മാത്രമേ ഇവിടുന്ന് പോകൂ എന്നൊരു നിലപാടിലേക്ക് നീങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് നാടകീയമായ രംഗങ്ങൾ. വലിയ പ്രതിഷേധമാണ് കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും. അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അറസ്റ്റിന് വഴങ്ങില്ല എന്നാണ് പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP കൗൺസിലർമാരെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മേയറുടെ ചേംബറിലെത്തി പ്രതിഷേധിച്ച BJP പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, പ്രവർത്തകർ അറസ്റ്റിനെ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട്. ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു മാറ്റിയാൽ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും പ്രതിഷേധത്തിനായി വരില്ലല്ലോ, പുറത്തും പ്രതിഷേധം ഉയരുകയല്ലേ? തീർച്ചയായും പോലീസ് മേയർ സ്ഥലത്തേക്ക് എത്തില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ മുതിർന്ന നേതാക്കളിൽ ചിലർ തീരുമാനിച്ചത്. എന്നാൽ പുതിയ കൗൺസിലർമാർ, അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കൗൺസിലർമാർ പ്രതിഷേധം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അവർ മേയർ എത്തി തങ്ങളോട് ചർച്ച നടത്തിയാൽ മാത്രമേ ഇവിടെ നിന്നും പോകാൻ തയ്യാറാവുള്ളൂ എന്ന് അറിയിക്കുകയാണ് ചെയ്തത്. അതേ തുടർന്നാണ് പിന്നീട് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്ക് നീങ്ങിയത്. വനിതാ കൗൺസിലർമാരടക്കം വലിയ പ്രതിരോധമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അവർ കീഴടങ്ങില്ല, അല്ലെങ്കിൽ അറസ്റ്റിന് വഴങ്ങില്ല എന്ന ഒരു പ്രതികരണം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഓരോരുത്തരെയായി ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ ഓരോരുത്തരെയായി പിടിച്ചു മാറ്റുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. വലിയ പ്രതിഷേധമാണ് ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ കൗൺസിലർമാരുടെ സ്ഥാനത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ അറസ്റ്റിന് വഴങ്ങില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഓരോ പ്രവർത്തകരെയായി, അല്ലെങ്കിൽ ഓരോരോ കൗൺസിലർമാരെയായി അറസ്റ്റ് ചെയ്തിപ്പോൾ പോലീസ് നീക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. അറസ്റ്റിന് വഴങ്ങില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് കൗൺസിലർമാർ ഇനിയും ഉള്ളത്. ഇനിയും ഏതാണ്ട് 5 കൗൺസിലർമാർ ഇവിടെ തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വനിതാ കൗൺസിലർമാരാണ് ഇപ്പോൾ ഉള്ളത്. അവര് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.